നമസ്കാരം. സന്ധ്യാദീപത്തിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം. ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം. ദീപം 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 സന്ധ്യാദീപം. ജീവിത പ്രാരാബ്ദങ്ങളിലും ദുഃഖങ്ങളിലും ആണ്ടുപോയ മനുഷ്യരിൽ ത്യാഗത്തിൻ്റെയും സംയമനത്തിൻ്റെയും പരിശീലനം നൽകാൻ കൂടി ലക്ഷ്യമിട്ട് ചിട്ടപ്പെടുത്തിയതാണ് ശബരിമല മണ്ഡലകാല വ്രതം. അഷ്ടാംഗയോഗത്തിലെ ധമനിയമാദികൾക്കും വേദാന്തപാതയിലെ ശമദമങ്ങൾക്കും സമാനമായ ചര്യകളാണ് ഒരു ഭക്തൻ മണ്ഡലകാലത്ത് ആചരിക്കുന്നത്. സത്യം, അഹിംസ, അപരിഗ്രഹം, ബ്രഹ്മചര്യം, ആസ്തേയം തുടങ്ങിയ നിഷ്ഠകളൊക്കെ ശബരിമല വ്രതത്തിൽ പ്രകടമായി കാണാം. യതിചര്യയിൽ എന്ന പോലെ വിവേകവൈരാഗ്യങ്ങളും തപസ്സുമൊക്കെ ശബരിമല തീർത്ഥാടനത്തിലും വേണം. ഈ നിഷ്ഠകളൊക്കെ അനുസരിച്ച ഭക്തർ കഠിനമായ കാനനപാത താണ്ടിയാണ് ശ്രീകോവിലിനുള്ളിൽ വിരാജിക്കുന്ന ഭഗവാനെ ദർശിക്കുന്നത്. തൃക്കൈയിൽ അദ്വൈത തത്വം വെളിവാക്കുന്ന ജ്ഞാനമുദ്രയോടെ വിരാജിക്കുന്ന അയ്യപ്പസ്വാമി മഹാവാക്യോപദേശം ചെയ്യുന്ന ഗുരുതത്വത്തെ തന്നെയാണ് പ്രകാശിപ്പിക്കുന്നത്. തുടർന്ന് അമൃതമൊഴികളാകുന്ന ഗുരുവചനം കേൾക്കാം. ഈശ്വരനോട് ഹൃദയം തുറക്കാനും അവിടുത്തോട് ഒരു വൈകാരിക ബന്ധം സ്ഥാപിക്കാനും ഏറ്റവും ഉത്തമമായ സാധനയാണ് പ്രാർത്ഥന. മാതാ അമൃതാനന്ദമയി ദേവി. അടുത്തതായി ശ്രീ ശങ്കരാചാര്യ രചിച്ച ശിവാനന്ദലഹരിയിലെ ശ്ലോകം ശ്രീ കാവാലം ശ്രീകുമാർ ചൊല്ലുന്നത് കേൾക്കാം. മാർഗാവർത്തിത പാദുക പശുപതേരംഗസ്യ കൂർച്ഛായതേ ഗണ്ഡൂഷാംബുനിഷേചനം പുരരിപോർദിവ്യാഭിഷേകായതേ കിഞ്ചിത് ഭക്ഷിതമാംസശേഷകബളം നവ്യോപഹാരായതേ ഭക്തി കിം ന കരോത്യഹോ വനചരോ ഭക്താവതം സായതി. സന്ധ്യാദീപം. ഇനി ശ്രീ ശങ്കരാചാര്യരുടെ കൃതികളെ വ്യാഖ്യാനിക്കുന്ന ശങ്കര സ്തോത്രാമൃതമാണ്. ശ്രീ ശങ്കരാചാര്യ രചിച്ച ശിവാനന്ദലഹരിയിലെ 63-ാം ശ്ലോകം കണ്ണപ്പ ഭക്തിയുമായി ബന്ധപ്പെട്ടുള്ള വിവരണമാണ്. തികച്ചും പ്രാകൃത രീതിയിലാണ് വനചരനായ കണ്ണപ്പൻ ഭഗവാനെ പൂജിക്കുന്നത്. നടന്നു തേഞ്ഞ മെതിയടി ചാർത്തിയും കവിളിൽ നിറച്ച വെള്ളം കൊണ്ട് അഭിഷേകം ചെയ്തും കടിച്ചു നോക്കി നല്ലതെന്നുറപ്പു വരുത്തിയ മാംസക്കഷ്ണം നിവേദ്യമായി സമർപ്പിച്ചും ഭഗവാനെ പൂജിക്കുന്ന കണ്ണപ്പ ഭക്തിയെക്കുറിച്ച് സ്വാമി ചിദാനന്ദപുരി വിവരിക്കുന്നത് തുടർന്ന് കേൾക്കാം. ശ്രീ ശങ്കര സ്തോത്ര കൃതികളിൽ ശിവാനന്ദലഹരിയിൽ 63-ാമത്തെ ശ്ലോകമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അവിടെ
ചിത്തവൃത്തികളെല്ലാം ഭഗവത് പാദത്തിൽ ഉറച്ചിരിക്കുന്നതാണ് ഭക്തി എന്ന് ആദ്യം പറഞ്ഞു. അനന്തരം ആ ഭക്തി പൂർണ്ണമായി ഭക്തനെ രക്ഷിക്കുന്നത് പറഞ്ഞു. അനന്തരം ഭക്തിയുടെ മഹിമയെ വെളിപ്പെടുത്തുകയാണ് ഇവിടെ ചെയ്യുന്നത്. ശ്രീകാളഹസ്തിയോട് ബന്ധപ്പെട്ട് പ്രസിദ്ധമായ കണ്ണപ്പ ചരിതം ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഇവിടെ ഭക്തി മഹിമ പറയുന്നത്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചിന്തിച്ചു, ആവർത്തിക്കുന്നില്ല. മാർഗാവർത്തിത പാദുകാ പശുപതേരംഗസ്യ കൂർച്ചായത്തെ ഗണ്ഡൂഷാംബു നിഷേചനം പുരരിപോർ ദിവ്യാഭിഷേകായത്തെ കിഞ്ചിത് ഭക്ഷിത മാംസശേഷകബളം നവ്യോപഹാരായത്തെ ഭക്തി കിന്ന കരോത്യഹോ വനചരോ ഭക്താവതംസായത്തെ. മാർഗാവർത്തിത പാദുകാഹ പശുപതേഹ അംഗസ്യ കൂർച്ചായതേ. കൂർച്ചദേശം 2 പുരികങ്ങൾക്ക് മധ്യമുള്ള സ്ഥാനമാണ്. അപ്പോൾ നെറ്റിയിൽ 2 പുരികങ്ങളുടെയും മധ്യത്തിലുള്ള ഈ പ്രധാനപ്പെട്ട മർമ്മമാണ് കൂർച്ചദേശം, കൂർച്ചസ്ഥാനം. ഇവിടെ മാർഗാവർത്തിത പാദുക, മാർഗത്തിൽ വഴിയിൽ ആവർത്തിതമായി വീണ്ടും 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 നടന്ന് തേഞ്ഞുപോയ പാദുക. പശുപതേഹേ, പശുപതിയുടെ അംഗസ്യ, അംഗത്തിന് കൂർച്ചമായി തീരുന്നു. ഈ ശ്ലോകത്തിൽ ഉപയോഗിക്കപ്പെട്ട പദങ്ങളുടെ അർത്ഥം മനസ്സിലാവാൻ നമ്മൾ കണ്ണപ്പ ചരിതത്തിലേക്കൊന്ന് പോകണം. കണ്ണപ്പൻ എന്ന വനചരൻ തനിക്ക് സഞ്ചരിക്കുന്നതിനായിട്ട്, കാട്ടിലൂടെ സഞ്ചരിക്കുന്നതിനായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ചെരുപ്പ്, അത് മെതിയടിയാവാം, മരം കൊണ്ടുള്ളതാവാം, തുകൽ കൊണ്ടുള്ളതാവാം, എന്തായാലും ആ ചെരുപ്പ്, അതാണ് കണ്ണപ്പൻ്റെ പാദുക. അത് ധാരാളം വഴി നടന്ന് തേഞ്ഞു പോയതാണ്. അതിനെ ഭഗവാനെ അലങ്കരിക്കാൻ വേണ്ടി ഭഗവാന്റെ ശിരസിൽ കെട്ടിത്തൂക്കുകയാണ്. അലങ്കരിക്കുക, ഭഗവത് വിഗ്രഹത്തെ അലങ്കരിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യമാണ് അവിടെയുള്ളൂ. അതിന് ഈ വഴി നടന്ന് തേഞ്ഞ ചെരുപ്പാണ് കെട്ടിവെച്ചിട്ടുള്ളത്. അതുകൊണ്ട് ആ ചെരുപ്പ് ഭഗവാന്റെ വിഗ്രഹത്തിന് മുന്നിൽ തൂങ്ങി നിൽക്കുമ്പോൾ അത് ആ അംഗത്തിൻ്റെ കൂർച്ഛസ്ഥാനമായി തീരുന്നു. നെറ്റിയിൽ 2 പുരികങ്ങളുടെയും മധ്യത്തിലുള്ള സ്ഥാനമായി തീരുന്നു. പിന്നെയോ ഗണ്ഡൂഷാംബു നിഷേചനം പുരരിപോർ ദിവ്യാഭിഷേകായതേ. കണ്ണപ്പൻ അല്പം ദൂരെയുള്ള അരുവിയിൽ നിന്ന് വെള്ളമെടുത്ത് കവിൾ കൊണ്ട് തൻ്റെ വായയിൽ നിറച്ച് കൊണ്ടുവരികയാണ്. എന്നിട്ട് ഭഗവാന്റെ വിഗ്രഹം വൃത്തിയാക്കാൻ വേണ്ടി അതിലേക്ക് തുപ്പുകയാണ്, ശിവലിംഗത്തിലേക്ക് തുപ്പുകയാണ്. എന്തിനാ തുപ്പുന്നത്? ഭക്തിയോടുകൂടി ഭഗവാനെ അഭിഷേകം ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ മറ്റൊന്നല്ല. അയാളെ സംബന്ധിച്ച് വായിൽ കവിൾ കൊണ്ടിട്ടുള്ള തുപ്പൽ അത് അശുദ്ധമാണെന്നൊന്നുമില്ല. അയാൾക്ക് ഭഗവാന്റെ വിഗ്രഹം ഒന്ന് കഴുകി വൃത്തിയാക്കണം. ആ ഒറ്റ ഭക്തിഭാവമേ ഉള്ളൂ. അതുകൊണ്ട് പറയുകയാണ് ഗണ്ഡൂഷാംബു നിഷേചനം. ഗണ്ഡൂഷാംബു, ഗണ്ഡൂഷം എന്ന് പറഞ്ഞാൽ കവിൾ കൊണ്ടിട്ടുള്ളത്. അപ്പോൾ കവിൾ കൊണ്ടിട്ടുള്ള അമ്പു, ജലം, വായയിൽ നിറച്ച് കവിൾ കൊണ്ടിട്ടുള്ള ജലം, അതുകൊണ്ടുള്ള നിഷേചനം, അത് ഭഗവാന് മുകളിൽ ഒഴിക്കുകയാണ്. നിഷേചനം ഒഴിക്കുകയാണ്. ആ ഒഴിക്കൽ എന്തായിത്തീരുന്നു? ദിവ്യാഭിഷേകായതേ, ദിവ്യമായ അഭിഷേകമായി തീരുന്നു. പിന്നെയോ കിഞ്ചിത് ഭക്ഷിത മാംസശേഷ കബളം. കിഞ്ചിത് ഭക്ഷിതമായ, അല്പം കടിച്ചു നോക്കിയ, തനിക്ക് കഴിക്കാൻ വേണ്ടി കടിച്ചതല്ല, മറിച്ച് ഭഗവാന് സമർപ്പിക്കുന്നത് ഏറ്റവും നല്ലത് വേണം എന്ന നിലയ്ക്ക് അത് നല്ലതല്ലേ എന്ന് പരിശോധിക്കാൻ വേണ്ടി കടിച്ചതാണ്. അങ്ങനെ കുറച്ച് കടിച്ചതായ മാംസശേഷ കബളം, മാംസത്തിൻ്റെ കഷ്ണം, ഒരു ഇറച്ചി കഷ്ണം. ആ ഇറച്ചി കഷ്ണം നല്ലതാണെന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി കടിച്ച് ഭക്തിപൂർവം അത് ഭഗവാന് കൊടുക്കുകയാണ്. നവ്യോപഹാരായതേ, നവ്യോപഹാരമായി തീരുന്നു. എപ്പോഴും ഭഗവത് പൂജയിൽ നമ്മൾ സമർപ്പിക്കുന്ന നൈവേദ്യങ്ങൾ നവ്യങ്ങളായിരിക്കണം, പുതിയതായിരിക്കണം. പഴയ വസ്തുക്കൾ ഒരിക്കലും
ഭഗവാന് നമ്മൾ നൈവേദ്യമായി സമർപ്പിക്കാറില്ല, നവ്യമായിരിക്കണം. അപ്പോൾ ഇവിടെ ഈ കണ്ണപ്പൻ കടിച്ച ഇറച്ചി കഷ്ണം ഭഗവാന് സമർപ്പിക്കുമ്പോൾ അതിനെ ഭഗവാൻ നവ്യമായ ഉപഹാരമായിട്ടാണ് സ്വീകരിക്കുന്നത്. ഇതെന്തൊരു അത്ഭുതമാണ്! ഈ അത്ഭുത ഭാവത്തെ പറയുകയാണ് ഭക്തിക്കിന്ന കരോത്യഹോ. ഭക്തി എന്താണ് ചെയ്യാത്തത്? ഈ വനചരൻ പോലും ഭക്താവതംസമായി തീരുന്നു എന്ന് പറയുകയാണ്. ഇതാണ് ഭക്തി മഹിമ. ഭാഗം നമുക്കൊന്നുകൂടി വിചാരം ചെയ്യാം, അടുത്ത പ്രാവശ്യം ആവട്ടെ. സന്ധ്യാദീപം അവസാനമായി ദീപാരാധനയാണ്. ക്ഷേത്രസന്നിധിയിലെത്തി അവിടുത്തെ അനുഷ്ഠാനങ്ങളും പ്രതിഷ്ഠാ മാഹാത്മ്യവും അറിഞ്ഞ് മംഗളാരതി തൊഴുതു മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. കുളത്തൂപ്പുഴ ശ്രീ ധർമ്മശാസ്താവിന്റെ സാന്നിധ്യം തേടി യാത്രയാവുന്ന ഭക്തന് പ്രകൃതി ഒരുക്കിയ ദൃശ്യവിരുന്ന് അനിർവചനീയമെന്ന് തന്നെ പറയാം. സഹ്യപർവ്വത സാനുക്കളിലെ ഏറ്റവും മനോഹരമായ പ്രദേശങ്ങളാണ് ഇവിടെയുള്ളത്. കുളത്തൂപ്പുഴ ശാസ്താ സന്നിധിയിലേക്കുള്ള യാത്രാമധ്യേ നമ്മെ വരവേൽക്കുന്ന ഈ പ്രദേശമാണ് തെന്നട. മലകളുടെ മൂർധാവിൽ തഴുകി നിൽക്കുന്ന ആകാശവും ആകാശനീലിമ പ്രതിഫലിക്കുന്ന തടാകവും ഭക്തന്റെ മനസ്സിനെ തെളിനീരുറവ പോലെ ശുദ്ധമാക്കുന്നു. പ്രകൃതിയുടെ ഈ അനുഗ്രഹവർഷം കടന്ന് നാം കുളത്തൂപ്പുഴ ധർമ്മശാസ്താവിന്റെ തിരുനടയിലേക്ക് യാത്രയാവുകയാണ്. കൊല്ലം ജില്ലയിൽ പത്തനാപുരം താലൂക്കിലാണ് കുളത്തൂപ്പുഴ ശാസ്താ ക്ഷേത്രം. കാടിൻ വഴിയോരത്തോ കണ്ടെത്തി പൊന്മുത്തേ അമ്മയ്ക്കൊരു സായുജ്യം എന്നെന്നും പൈതൽ നീ. കാടിൻ വഴിയോരത്തോ കണ്ടെത്തി പൊന്മുത്തേ. ആരാരും പൂജിക്കും ആരോമൽ നീ. ഒളിഞ്ഞും തെളിഞ്ഞും ഒഴുകിക്കൊണ്ടിരിക്കുന്ന കല്ലടയാറിന്റെ തീരത്താണ് ശാസ്താ ക്ഷേത്രം ഭക്തർക്ക് അനുഗ്രഹം ചൊരിയുന്നത്. മണ്ഡലവ്രതകാലത്ത് കുളത്തൂപ്പുഴ ഗ്രാമം ശരണം വിളികളാൽ മുഖരിതമാണ്. വിവിധ സ്ഥലങ്ങളിൽ നിന്നും വരുന്ന അയ്യപ്പ ഭക്തന്മാർ ശബരിമല ദർശനത്തിന് മുൻപായി കുളത്തൂപ്പുഴ, ആര്യങ്കാവ്, അച്ചൻകോവിൽ എന്നീ ക്ഷേത്രങ്ങൾ സന്ദർശിച്ച് ദർശന സൗഭാഗ്യം സാക്ഷാത്കരിക്കുക പതിവാണ്. ഈ 3 ക്ഷേത്രങ്ങളിലും ഒരു ദിവസം ദർശനം നടത്താൻ സാധിക്കുക എന്നത് അയ്യപ്പ ഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം വിശിഷ്ടമായ ഒരു അനുഭവമാണ്. കുളത്തൂപ്പുഴയിൽ ഉഷപൂജയും ആര്യങ്കാവിൽ ഉച്ചപൂജയും അച്ചൻകോവിലിൽ ദീപാരാധനയും ഒരേ ദിവസം കണ്ടു തൊഴുതാൽ കോടി പുണ്യം ഫലമെന്നാണ് വിശ്വാസം. കുളത്തൂപ്പുഴ ഗ്രാമത്തിന്റെ ഐശ്വര്യവും മാഹാത്മ്യവുമായി നിലകൊള്ളുകയാണ് കുളത്തൂപ്പുഴ ശാസ്താ ക്ഷേത്രം. ജന്മങ്ങൾ നെഞ്ചേറ്റും ജ്യോതിപ്പൂവല്ലേ നീ. ആത്മാവിൻ ചേക്കേറും മോക്ഷത്തേനല്ലേ നീ. തിരുനടയുടെ വാതിൽക്കൽ തിരിവട്ടം പോലെ ഞാൻ. ഏതാണ്ട് തമിഴ് ശില്പശൈലിയിൽ നിലകൊള്ളുന്ന ആര്യങ്കാവ്, അച്ചൻകോവിൽ ശാസ്താ ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് തികച്ചും കേരളീയ വാസ്തുശൈലിയിലാണ് കുളത്തൂപ്പുഴ ശാസ്താ ക്ഷേത്രം കാണപ്പെടുന്നത്. പുരാതനവും ഏറെ മാഹാത്മ്യവുമുള്ള ഈ ക്ഷേത്ര സമുച്ചയം അയ്യപ്പ ഭക്തരുടെ മനസ്സിൽ നിരുപമമായ ഭക്തിയുടെ ലാളിത്യം പകർന്നു നൽകുന്നു. ശ്രീ പരശുരാമനാൽ പ്രതിഷ്ഠിതമായ 5 ശാസ്താക്ഷേത്രങ്ങളിൽ ആദ്യത്തേതും ബാലസ്വരൂപത്തിൽ ദേവഭാവമുള്ളതുമായ ക്ഷേത്രമെന്ന നിലയിലാണ് കുളത്തൂപ്പുഴയുടെ പ്രാധാന്യം.
ഒരു കാലത്ത് സർവ്വ ഐശ്വര്യങ്ങളുടെയും വിളനിലമായിരുന്നത്രേ കുളത്തൂപ്പുഴ ശാസ്താക്ഷേത്രം. സമ്പൽ സമൃദ്ധിയും ദേവചൈതന്യവും കളിയാടി നിന്ന ഇവിടെ കാലാന്തരത്തിൽ ചൈതന്യലോപം വന്ന് നാശത്തെ നേരിട്ട് ക്ഷയിച്ചു പോവുകയാണ് ഉണ്ടായതെന്ന് പഴമക്കാർ പറയുന്നു. കേരളത്തിൽ കാണപ്പെടുന്ന 108 ശാസ്താക്ഷേത്രങ്ങളിൽ പ്രമുഖമായിരുന്നു കുളത്തൂപ്പുഴ. പിന്നീട് ഇവിടത്തെ ചൈതന്യം കണ്ടെത്തിയത് കോക്കളത്ത് മഠത്തിലെ തന്ത്രിയാണെന്നാണ് ഐതിഹ്യം. തിരുവനന്തപുരം ചെങ്കോട്ട യാത്രാമധ്യേയാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. തെന്മല റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 10 കിലോമീറ്റർ സഞ്ചരിച്ചാലും കുളത്തൂപ്പുഴ ശാസ്താ സന്നിധിയിൽ എത്തിച്ചേരാം. ശരണം ശരണം തവ തിരു ശരണം, ശരണം ശരണം തവ തിരു ശരണം. ജീവികളും ആർത്തു നടക്കുമ്പോൾ കാനനവാസ കാത്തരുളേണേ കലികാലപ്പൊരുളേ. മാരികൾ പെയ്യും മകരത്തിൽ ഞാൻ മാമലയിൽ പോകും, മകരവിളക്കു കണ്ടു മടങ്ങും മനസ്സു തെളിഞ്ഞിടും. ആനകരിമ്പുലി ഇരജീവികളും ആർത്തു നടക്കുമ്പോൾ. കുളത്തൂപ്പുഴ ശാസ്താക്ഷേത്രത്തെക്കുറിച്ച് ഇന്നും വിശ്വസിച്ചു വരുന്ന ഐതിഹ്യം ഇങ്ങനെയാണ്. കൊട്ടാരക്കര ഇളയിടത്ത് സ്വരൂപത്തിലെ തമ്പുരാൻ പരിവാരങ്ങളോടൊത്ത് തീർത്ഥാടനത്തിന് പോകവേ കുളത്തൂപ്പുഴയിൽ എത്തിച്ചേർന്നു. ഏതായാലും ഇനി വിശ്രമിച്ചതിനു ശേഷം യാത്ര തുടരാൻ നിശ്ചയിച്ച തീർത്ഥാടന സംഘം ഇവിടെ കണ്ട മണൽത്തിട്ടയിൽ ഇറങ്ങി വിശ്രമിക്കാൻ ആരംഭിച്ചു. ഈ സമയം രാജാവിനെ അനുഗമിച്ചിരുന്ന വെട്ടിക്കവല കോട്ടത്തല കുറുപ്പന്മാർ കല്ലുകൾ കൂട്ടിവെച്ച് ഭക്ഷണം പാകം ചെയ്യാൻ തയ്യാറെടുത്തു. അപ്പോൾ കുറുപ്പന്മാർ കൂട്ടിവെച്ച കല്ലുകളിൽ ഒന്നിന് എങ്ങനെ വെച്ചാലും പൊക്കം കൂടുതലായി കണ്ടു. കുറുപ്പന്മാർ ഈ കല്ല് ഇടിച്ചു പൊട്ടിച്ചു. ഇടിച്ചു പൊട്ടിച്ച കല്ലിൽ നിന്നും പെട്ടെന്ന് രക്തപ്രവാഹമുണ്ടായി. രക്തം ചീന്തിയ കല്ലിൽ ദേവചൈതന്യം കണ്ട തന്ത്രി പ്രതിഷ്ഠ നടത്തിയെന്നുമാണ് ഐതിഹ്യം. ഇതോടുകൂടി വെട്ടിക്കവല കുറുപ്പന്മാർ തലയിടിച്ച കുറുപ്പന്മാർ എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടുത്തെ തന്ത്രം കോക്കളത്ത് മഠത്തിനാണ്. കൊട്ടാരക്കരയ്ക്കടുത്ത് വെട്ടിക്കവലയിലാണ് കോക്കളത്ത് മഠം സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്രത്തിലെ നിവേദ്യത്തിനുള്ള അരി അളന്നെടുക്കുന്ന ചടങ്ങ് നിർവഹിക്കുന്നത് കുറുപ്പന്മാരാണ്. ഇത് വളരെ കേമമായാണ് നടത്തപ്പെടുന്നത്. വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടെ ഓരോ വർഷത്തേക്കും വേണ്ട അരി കുറുപ്പന്മാർ അളക്കുന്നു. കുളത്തൂപ്പുഴ ക്ഷേത്രത്തിൽ പണ്ട് വീരമണി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഒരു മണിയുണ്ടായിരുന്നു. ഇത് മുഴക്കുമ്പോൾ ഓംകാരം പുറപ്പെടുവിക്കുമായിരുന്നു. നാക്കില്ല മണി എന്ന പേരിൽ ഇത് അറിയപ്പെട്ടിരുന്നു. കാലാന്തരത്തിൽ ഇത് നശിച്ചു പോവുകയായിരുന്നു. പഴമൊഴികൾ ചൊല്ലിയ കഥയിലെ ഹരിഹരനു നൽകിയ സുകൃതമേ സ്വാമി. മേടമാസം 1-ാം തീയതി വിഷുക്കണിയാണ് കുളത്തൂപ്പുഴയിലെ പ്രധാന ഉത്സവം. ബാലശാസ്താവിനെ കണി കണ്ടു തൊഴുക എന്നത് ഏറെ വിശേഷമായാണ് വിശ്വസിച്ചു വരുന്നത്. വിഷുവിന് തലേ ദിവസം ആരംഭിക്കുന്ന ഉത്സവം 7 ദിവസം നീണ്ടു നിൽക്കും. കിഴക്ക് ദർശനമായാണ് ഇവിടെ ബാലശാസ്താവ് കുടികൊള്ളുന്നത്. ഭൂനിരപ്പിൽ നിന്നും താഴെയാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ശാസ്താവിന്റെ സ്ഥാനം താഴ്ന്ന നിരപ്പിലാണെങ്കിൽ ഉഗ്രമൂർത്തി, ഉയർന്ന പ്രദേശത്താണെങ്കിൽ സൗമ്യമൂർത്തി എന്നും സങ്കല്പമുണ്ട്. കുളത്തൂപ്പുഴ
ശാസ്താ സന്നിധി തേടി വരുന്ന ഭക്തർ ഉദ്ദിഷ്ട കാര്യങ്ങൾക്ക് വേണ്ടിയും മീനൂട്ട് നടത്തി വരുന്നു. പമ്പയ്ക്കൊരു ഇവിടെയുള്ള മീനുകൾ ശാസ്താവിന്റെ കളിക്കൂട്ടുകാർ ആണെന്നാണ് സങ്കല്പം. പൊന്മുത്തേ ഇവിടെ നിന്നും അറിയാതെ മീൻ പിടിച്ച് ദുരിതങ്ങളിൽപ്പെട്ട ഒരാൾ പ്രായച്ചിത്തമായി ശാസ്താവിന് സമർപ്പിച്ച മീൻ രൂപം നമസ്കാര മണ്ഡപത്തിന് മുകളിൽ കാണാവുന്നതാണ്. രാജ്യത്തെ കുഞ്ഞോമൽ നീയല്ലേ. കരിമലയുടെ കാഠിന്യം പലവട്ടം താണ്ടി ഞാൻ പടിമുകളിലെ ബിംബത്തിൽ ബാലസ്വരൂപനായ ശാസ്താവിന് തന്റെ തിരുമക്കളായ മീനുകളെ ഉപദ്രവിക്കുന്നത് ഇഷ്ടമല്ലെന്നാണ് വിശ്വാസം. സ്വാമി നീലക്കാടിന് മുകളിലെ നീലിമലയുടെ നെറുകയിൽ കുളത്തൂപ്പുഴ ശ്രീ ധർമ്മശാസ്താവിന്റെ തിരുസന്നിധിയിൽ വന്നു നിൽക്കുന്ന ഭക്തന് ബാലശാസ്താവ് കനിഞ്ഞരുളുന്ന നിഷ്കളങ്കമായ ഭക്തിയുടെ നിറവും പ്രത്യക്ഷത്തിൽ തന്നെ അനുഭവിക്കാൻ കഴിയും. സാധാരണയിലും താഴ്ന്ന രീതിയിലാണ് ഇവിടുത്തെ ശ്രീകോവിലിൻ്റെയും നമസ്കാര മണ്ഡപത്തിൻ്റെയും മേൽപ്പുര നിർമ്മാണം. അതുകൊണ്ട് തന്നെ കുനിഞ്ഞ ശിരസോടെ മാത്രമേ ശാസ്താവിൻ്റെ സന്നിധിയിൽ നിന്നും ദർശനഭാഗ്യം സിദ്ധിക്കുകയുള്ളൂ. ജന്മങ്ങൾ അഹങ്കാരവും ഞാനെന്ന ഭാവവും മാറ്റിവെച്ചതിനു ശേഷമേ ശാസ്താവിൻ്റെ സന്നിധിയിൽ പ്രവേശിക്കാൻ യോഗ്യതയുള്ളൂ എന്നൊരു തത്വമാണ് ഈ മേൽപ്പുര നിർമ്മാണത്തിന് പിന്നിലുള്ളത്. ഇരുന്നയ്യപ്പ ഇവിടുത്തെ ഉപദേവന്മാരിൽ ഏറ്റവും പ്രധാനമായത് യക്ഷിയമ്മയാണ്. ശ്രീകോവിലിൻ്റെ തെക്കുഭാഗത്താണ് യക്ഷിയമ്മയെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. നേരത്തെ ഉഗ്രസ്വരൂപിണിയായ ദേവി ശ്രീകോവിലിന് അകത്തായിരുന്നു. ഇതിനുശേഷം മൂർത്തിയുടെ ഉഗ്രസ്വരൂപം കുറച്ച് പുറത്ത് പ്രതിഷ്ഠിക്കുകയായിരുന്നു. യക്ഷിയമ്മയുടെ അനുഗ്രഹം ലഭിച്ച നിരവധി പേർ അമ്മയുടെ അനുഗ്രഹത്തെപ്പറ്റി നമ്രശിരസ്കരാകുന്നു. മനം നൊന്ത് വിളിച്ചാൽ അമ്മ വെളിപ്പുറത്തെത്തുമെന്നാണ് ഭക്തരുടെ വിശ്വാസം. യക്ഷിയമ്മയെ കൂടാതെ നാഗക്കാവും ഇവിടെ പ്രധാനമാണ്. നാഗദൈവങ്ങളുടെ പ്രീതി ലഭിക്കാൻ ഇവിടെ മഞ്ഞൾ വഴിപാട് നടത്താൻ നിരവധി ഭക്തർ എത്തിച്ചേരുന്നു. ക്ഷേത്രത്തിന് തെക്കുവശത്ത് നാഗക്കാവിനോട് ചേർന്ന് ഭൂതത്താൻ പ്രതിഷ്ഠ കാണാം. കലിയുഗവരതനെ കുമ്പിടുവാനായി കരിമലയിൽ പോകാം, ഇരുമുടി കെട്ടും തലയിലുമേന്തി പൊന്മലയിൽ പോകാം. യക്ഷിയമ്മയുടെ പ്രതിഷ്ഠയ്ക്ക് സമീപം ഗണപതി ഭഗവാൻ അനുഗ്രഹം ചൊരിഞ്ഞ് നിലകൊള്ളുന്നു. അഭയം നൽകണം. കലിയുഗവരതനെ കുമ്പിടുവാനായി കരിമലയിൽ പോകാം, ഇരുമുടി കെട്ടും തലയിലുമേന്തി പൊന്മലയിൽ പോകാം. ക്ഷേത്രത്തിനു മുന്നിൽ ബാലശാസ്താവിന് അഭിമുഖമായി ദേവീ പ്രതിഷ്ഠയുമുണ്ട്. സമത്വം വരുവാൻ അഭയം നൽകണം. കുളത്തൂപ്പുഴയിലെ ബാലസ്വരൂപനായ ശ്രീ ധർമ്മശാസ്താവിൻ്റെ ഉഷപൂജ തൊഴുത് ജീവിതത്തിൻ്റെ സകല ദുഃഖങ്ങളിൽ നിന്നും ഭക്തർ മോചനം നേടുകയാണ്. അഹന്തയും ഗർവം നശിച്ച് മനുഷ്യൻ്റെ നിരുപമമായ ഭാവം തിരിച്ചറിയുകയും പരമാത്മ ചൈതന്യത്തിൽ വിലയം പ്രാപിക്കുകയുമാണ് ഇവിടെ.